കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. യുവാക്കൾ തോക്കിന്റെ പാത്തി കൊണ്ട് മധ്യവയസ്കനെ തലക്കടിച്ചു വീഴ്ത്തി. കോഴിപ്പള്ളി സ്വദേശി AC റെജിയാണ് ആക്രമണത്തിനിരയായത്. ബാർ ഹോട്ടലിൽ നടന്ന സംഘർഷത്തിനിടെ യുവാക്കൾ തോക്കിന്റെ പത്തി കൊണ്ട് മധ്യവയസ്കനെ തലക്കടിച്ചു വീഴ്ത്തി. കോഴിപ്പള്ളി ആലിലത്താഴത്ത് AC റെജിയാണ് ആക്രമണത്തിന് ഇരയായത്. ആക്രമണം തടയാൻ ശ്രമിച്ച റെജിയുടെ സുഹൃത്തുക്കളായ കൂത്താട്ടുകുളം കടുവാക്കുഴിൽ സജി, കുഞ്ഞിക്കണ്ണൻ, സാബു എന്നിവർക്കും പരിക്കേറ്റു. സംഘർഷവുമായി ബന്ധപ്പെട്ട് മാറിക അരിശ്ശേരിക്കരയിൽ KA അമൽ, കിഴകൊമ്പ് വട്ടപ്പറമ്പിൽ ലിഞ്ചു V അവരാച്ചൻ, പാലക്കുഴ പഴുക്കനായ്ക്കൽ എൽദോ തങ്കപ്പൻ എന്നിവരെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 7:30 കൂത്താട്ടുകുളം അമൃത് ബാറിന് സമീപമായിരുന്നു സംഭവം. കാറിലെത്തിയ യുവാക്കൾ റെജിയെയാണ് ആദ്യം ആക്രമിച്ചത്. പിടിച്ചു മാറ്റുന്നതിന് ഇടെയാണ് സജിക്കും സാബുവിനും പരിക്കേറ്റത്. ഇവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തടിപ്പണിക്കാരായ ഇവർ ലോഡ് ഇറക്കിയ ശേഷം കാശുമായി വരുന്ന ഉടമയെ കാത്ത് ബാറിന് പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാറിലെത്തിയവർ പ്രകോപനമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവരുടെ മൊഴി. അനാവശ്യം പറയോ, ഒരു മോശം സംസാരം പോലും ഞങ്ങളായിട്ട് ഒരു ബന്ധങ്ങളില്ലെന്നേ. അവരുമായിട്ട് ഒരു ബന്ധങ്ങളെ കൈ കൊണ്ട് അവർ പറഞ്ഞത് അയോളി എന്ന് പറഞ്ഞുകൊണ്ട് കയറി പിടിക്കുകയായിരുന്നു. ഡോറ് തുറന്നിറങ്ങി വന്നു. എന്നാ സംഭവം എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് പ്രതികളെ പിടികൂടി. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.